ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു അല്ലേ. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം കൂടി പഠിക്കാൻ പറഞ്ഞു. നമ്മൾക്ക് ഈ ഒരു പാർട്ടിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി ഇൻട്രാക്ഷൻസ് ആണ്. എനർജി ഇൻട്രാക്ഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് എർത്ത് സർഫസ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന എനർജിയുടെ ഇൻട്രാക്ഷൻസും പിന്നെ എർത്ത് സർഫസിലുള്ള ഫീച്ചേഴ്സ്. എർത്ത് സർഫസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, മരങ്ങളും വീടുകളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എർത്ത് സർഫസിലുണ്ടാവും അല്ലേ. അവിടെ ഉണ്ടാവുന്ന എനർജി ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ, എനർജി ഇൻട്രാക്ഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയർ. മാറിപ്പോവരുത്, എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയറും എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ഫീച്ചേഴ്സും തമ്മിൽ മാറിപ്പോവരുത് കേട്ടോ. ഇത് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന എനർജി ഇൻട്രാക്ഷൻസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കാറെന്നാണ് ഞാൻ പറഞ്ഞത്, സൂര്യനിൽ നിന്ന് നമ്മളുടെ സോഴ്സിൽ നിന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വന്നിട്ട് ഒബ്ജക്ട്സിൻ്റെ അകത്തെല്ലാം തട്ടും അല്ലേ. എന്നിട്ട് അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് എവിടേക്കാണ് പോവുക, ഇവിടെയുള്ള സാറ്റലൈറ്റിൽ പോവും. സാറ്റലൈറ്റിൽ എന്തുണ്ടാവും, ഒരു സെൻസർ ഉണ്ടാവും അല്ലേ. സെൻസറിലോട്ട് പോവുകയാണ് ചെയ്യാം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. That is, electromagnetic radiation must pass through the atmosphere in order to reach the earth's surface and to the sensors after reflection. അല്ലേ. പിന്നെന്താ പറയുന്നത്, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവും, നമുക്ക് വാട്ടർ വേപ്പേഴ്സ് ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, അങ്ങനത്തെ ഓസോൺസ് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവും. ഇതിനെല്ലാം എന്ത് ചെയ്യും, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്തിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് എർത്ത് അറ്റ്മോസ്ഫിയർ അബ്സോർബ്സ് എനർജി ഇൻ ഗാമ റേസ്, എക്സ് റേസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ UV റീജിയൻസ്. ഈ എനർജി അറ്റ്മോസ്ഫിയറിലുള്ള എനർജീസ് എല്ലാം എന്ത് ചെയ്യും, അബ്സോർബ് ദി ഗാമ റേസിനെയും എക്സ് റേസിനെയും എല്ലാം ഇത് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് ഈ റീജിയൻസിനെയൊന്നും ഉൾപ്പെടുത്തില്ല. ഓക്കെ. നമ്മൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നത് വിസിബിളിനെയും ഇൻഫ്രാറെഡിനെയും തെർമൽ ആൻഡ് മൈക്രോവേവ് റീജിയൻസിന്, ആ റീജിയൻസൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. മറ്റേ റേസൊക്കെ അറ്റ്മോസ്ഫിയറിൽ അബ്സോർവ് ചെയ്യുന്നത് കൊണ്ട് അതിനൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. ഈ ഡ്യൂറിങ് പ്രൊപ്പഗേഷൻ്റെ സമയത്ത് നമുക്ക് എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞു, ഇത് അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പം കുറേ സ്കാറ്റേർഡ് ആയി പോവും, കുറേ അബ്സോർബ്ഡ് ആയി പോവും അല്ലേ. എന്നിട്ടാണ് എർത്തിലെത്തുന്നത്, നമ്മൾ ഈ ഒബ്ജക്ട്സിലൊക്കെ എത്തുന്നത്. ഇവിടെ മെയിനായിട്ടുണ്ടാകുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, സ്കാറ്ററിങ്, അബ്സോർപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ. ഇപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, എക്സ്പ്ലെയിൻ ദി എനർജി ഇൻട്രാക്ഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ദി മെക്കാനിസംസ് വിച്ച് എഫക്ട് ദി പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവരുത്, മെക്കാനിസമാണ്. ഓക്കെ, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് എഴുതാം. ഓക്കെ. ഇവിടെ എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്നത് സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും ട്രാൻസ്മിഷനുമാണ്. അതേസമയം എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ആണ് അടുത്ത ടോപ്പിക്. എർത്ത് സർഫസ് ആണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, അവിടെ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവില്ല, പക്ഷെ അവിടെ അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും പുതിയ ഒന്ന് റിഫ്ലക്ഷനും കൂടി സംഭവിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് എന്ന് പറയുമ്പോൾ ഇതേ അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും അത് കൂടാതെയുള്ള റിഫ്ലക്ഷനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അറ്റ്മോസ്ഫിയറിലാണ് ചോദിച്ചതെങ്കിൽ സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. മാക്സിമം ഫിഗർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ കേട്ടോ. സോ എന്താണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്, നമുക്കറിയാം സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് പോകുന്നു, പല ദിശയിലേക്ക് സ്കാറ്റേർഡ് ആയിട്ട് പോകുന്നു അല്ലേ. ദാറ്റ് ഈസ് എന്താണ്, നമുക്കറിയാം സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിപ്പം വെള്ളമൊക്കെ നമുക്ക് താഴെ വീഴുകയാണെങ്കിൽ അത് സ്പ്രെഡായിട്ട് പോകും അല്ല, തെറിച്ച് പോകും. ദാറ്റ് ഈസ് സ്കാറ്ററിംഗ് പ്രോസസ്സ്. സോ ഈ റേഡിയേഷൻസ് എല്ലാം നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് സ്കാറ്റേർഡ് ആയിട്ട് പോകും. ഇത് 3 ടൈപ്സ് ഉണ്ട് സ്കാറ്ററിങ്ങിൽ. ഒന്ന് റെയ്ലേ സ്കാറ്ററിംഗ്, മീ സ്കാറ്ററിംഗ് ആൻഡ് നോൺ സെലക്റ്റീവ് സ്കാറ്റേഴ്സ്. 3ഉം എന്താണെന്ന് നോക്കാം. 3ഉം ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. എക്സ്പ്ലെയിൻ റെയ്ലേ സ്കാറ്ററിംഗ്, മീ സ്കാറ്ററിംഗ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കാറ്ററിംഗ് മാത്രമായിട്ട് ചോദിക്കാം. ഓക്കെ. എന്ത് ചോദിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി എഴുതുക, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക ഓരോ ടേംസും. ഓക്കെ. അപ്പം ടൈപ്സ് ഓഫ് സ്കാറ്ററിംഗ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം സ്കാറ്ററിംഗ് എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവും. ഓക്കെ. എന്താണ് റെയ്ലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്? ആദ്യം
ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ റിലേ സ്കാറ്ററിങ്ങിൻ്റെ അകത്ത് നമ്മളുടെ പാർട്ടിക്കിളുടെ സൈസ്, നമുക്ക് റേഡിയേഷനിൽ നിന്ന് വരുന്ന പാർട്ടിക്കിളിൻ്റെ സൈസ് വേവ് ലെങ്ത് ഒരു നമ്മളുടെ റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിൻ്റെ കാട്ടും കുറവായിരിക്കും. റെയ്ലേ സ്കാറ്ററിങ്ങിൻ്റെ അകത്ത് പാർട്ടിക്കിളിൻ്റെ സൈസ് വിൽ ബി ലെസ് ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ. മീൻ സ്കാറ്ററിങ്ങിൻ്റെ അകത്ത് പാർട്ടിക്കിളിൻ്റെ സൈസും വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. നോൺ സെലക്റ്റീവിൻ്റെ അകത്ത് എന്തായിരിക്കും? വേവ് ലെങ്ത് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ വിൽ ബി ലെസ് ദാൻ ദി വേവ് ലെങ്ത് ആയിരിക്കും, മറ്റേത് ഈക്വൽ ടു വേവ് ലെങ്ത് ആയിരിക്കും, അടുത്തത് ഗ്രേറ്റർ ദാൻ ദി വേവ് ലെങ്ത് ആയിരിക്കും. പിന്നെ ഇത് മൂന്നും എവിടേക്കാണ് സംഭവിക്കുന്നത്, എന്തൊക്കെ സോഴ്സുകളാണുള്ളതെന്നാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മേ ബി ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെയ്ലേ സ്കാറ്ററിംഗ്, മീൻ സ്കാറ്ററിംഗ് ആൻഡ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ചോദിക്കുകയാണെങ്കിൽ മൂന്നിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് ടാബ്ലർ വരച്ചിട്ട് എഴുതാം. സോ ഫസ്റ്റ് വൺ റെയ്ലേ സ്കാറ്ററിംഗ്. ഇത് ഞാൻ പറഞ്ഞു, ഇവിടെ പാർട്ടിക്കിൾ സൈസ് വിൽ ബി സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ. വരുന്ന പാർട്ടിക്കിളിൻ്റെ സൈസ് ചെറുതായിരിക്കും. അതുകൂടാതെ എന്താണെന്ന് പറയുന്നുണ്ട്, ലെസ്സർ ദി വേവ് ലെങ്ത് മോർ ദി സ്കാറ്ററിംഗ്. വേവ് ലെങ്ത് ചെറിയ ലെസ്സർ വേവ് ലെങ്ത് ആണെങ്കിൽ ഒരുപാട് സ്കാറ്ററിംഗ് അവിടെ സംഭവിക്കാം. അതുകൂടാതെ ഇത് ഒക്കറാവുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. നമുക്കറിയാം അറ്റ്മോസ്ഫിയറിന് ഒരുപാട് ലെയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ, സ്ട്രാറ്റോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അങ്ങനത്തെ ഒരുപാട് ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് ഒക്കറാവുന്നത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ വരുന്ന സ്കാറ്ററിങ്ങിൽ വരുന്ന ഈ റേഡിയേഷൻസ് എല്ലാം ഈക്വൽ ഡയറക്ഷൻസ്, ഓൾ ഡയറക്ഷൻസിലായിട്ടാണ് സ്പ്രെഡായി പോകുന്നത്. ഓക്കെ, പിന്നെ ഈ റെയ്ലേ സ്കാറ്ററിങ് ഒക്കറാവുന്നതിൻ്റെ ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഗ്യാസ് മോളിക്യൂൾസ് കാരണം ഉണ്ടാവുന്നതാണ് റെയ്ലേ സ്കാറ്ററിങ്. ഓക്കെ, പിന്നെ എന്താണ്, ദിസ് ടൈപ്പ് ഓഫ് സ്കാറ്ററിംഗ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലൂ സ്കൈസ് ആൻഡ് റെഡ് സൺസെറ്റ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാനാണെങ്കിൽ അവർക്ക് ഇങ്ങനെയും ചോദിക്കാം, ബ്ലൂ സ്കൈസും റെഡ് സൺസെറ്റും ഒക്കറാവുന്നതിൻ്റെ കാരണം അവർക്ക് എക്സ്പ്ലെയിൻ ദ റീസൺ why the sky is a blue color and red sunset occurs എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദി റെയ്ലേ സ്കാറ്ററിംഗ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് വേണ്ടത്. സോ എന്തൊക്കെയാണ്, ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വിൽ ബി സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. പിന്നെ വേവ് ലെങ്ത് ലെസർ ആകുമ്പം എന്താണ്, മോർ സ്കാറ്റേർഡ് ആവും. പിന്നെ ഇത് അപ്പർ അറ്റ്മോസ്ഫിയറിലാണ് ഉണ്ടാവുക. പിന്നെ ഇതെന്താണ്, ഓൾ ഡയറക്ഷനിലോട്ട് അത് പോവും. പിന്നെ ഗ്യാസ് മോളിക്യൂൾസ് കാരണമാണ് ഉണ്ടാവുന്നത്. പിന്നെ ബ്ലൂ സ്കൈസും റെഡ് സൺസെറ്റും ഒക്കെ ആവുന്നത് കാരണം എന്ന് പറയുന്നത് റെയ്ലേ സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, അടുത്തത് മീ സ്കാറ്ററിംഗ്. മീ സ്കാറ്ററിംഗിൽ എന്താണെന്ന് പറഞ്ഞത്, പാർട്ടിക്കിൾ സൈസ് വിൽ ബി ഈക്വൽ ടു ദ വേവ് ലെങ്ത് ഓഫ് ദ റേഡിയേഷൻ. റേഡിയേഷൻ്റെ വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ ആവുന്നത് ലോവർ അറ്റ്മോസ്ഫിയറിലാണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സ്മോക്ക്, വാട്ടർ വേപ്പർ ആൻഡ് ഡസ്റ്റ്. ഇത് മൂന്നുമാണ് ഇതിന് കാരണം. പിന്നെ ഇറ്റ് എഫക്ട്സ് ദി ലോങ്ങർ വേവ്സിനാണ് കൂടുതൽ മീ സ്കാറ്ററിംഗ് എഫക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ സൂര്യന് ചുറ്റുമുള്ള വൈറ്റ് ഗ്ലെയർ ഒക്കെ ആവുന്നതിന് കാരണമാണ് മീ സ്കാറ്ററിംഗ്. സൂര്യന് ചുറ്റുമുള്ള വൈറ്റ് ഗ്ലെയർ ഉണ്ടാവുന്നതിൻ്റെ കാരണം മീ സ്കാറ്ററിംഗ് ആണ്. അടുത്തത് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ്. ഇവിടെ എന്താണെന്ന് പറഞ്ഞു, ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഗ്രേറ്റർ അല്ലേ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി റേഡിയേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾക്ക് ഫോർ വിസിബിൾ വേവ് ലെങ്ത് ആണെങ്കിൽ ഇൻ മെയിൻ സോഴ്സ് ഓഫ് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആർ പോളൻ ഗ്രെയിൻസ്, ക്ലൗഡ് ഡ്രോപ്ലെറ്റ്സ്, ഐസ് ആൻഡ് സ്നോ ക്രിസ്റ്റൽസ് ആൻഡ് റെയിൻ ഡ്രോപ്സ് ഒക്കെയാണ് ഇതിന് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഫോർ വിസിബിൾ വേവ് ലെങ്ത് ആണെങ്കിൽ നോൺ സെലക്റ്റീവ് സ്കാറ്ററിങ്ങിനായിട്ടുള്ള മെയിൻ സോഴ്സുകളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിലെന്താ പറയുന്നത്, ഇറ്റ് സ്കാറ്റേഴ്സ് ഓൾ വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ്സ് വിത്ത് ഈക്വൽ എഫിഷ്യൻസി. ഓൾസോ ഇറ്റ് ജസ്റ്റിഫൈസ് ദ റീസൺ വൈ ക്ലൗഡ് അപ്പിയേഴ്സ് വൈറ്റ് ഇൻ ഇമേജ്. നമ്മളുടെ മേഘങ്ങളൊക്കെ വെള്ള കളറിൽ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, ഇത് മൂന്നുമാണ് സ്കാറ്ററിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, റിലേ സ്കാറ്ററിംഗ് എന്താണ്, റെഡ് സൺസെറ്റിനൊക്കെ കാരണമാവുന്നത് അതാണ് റിലേ സ്കാറ്ററിംഗ് ആണ്. പിന്നെ സൂര്യന് ചുറ്റുമുള്ള വൈറ്റ് ഗ്ലെയർ ഉണ്ടാവാൻ കാരണം മീ സ്കാറ്ററിംഗ് ആണ്. പിന്നെ ക്ലൗഡിനെല്ലാം വൈറ്റ് ഇമേജ് ഫോം ചെയ്യുന്നതിൻ്റെ കാരണം നോൺ സെലക്റ്റീവ് സ്കാറ്ററിംഗ് ആണ്. ഓക്കെ, അടുത്തത് അബ്സോർപ്ഷൻ. നമ്മൾ എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയാണുള്ളത്, സ്കാറ്ററിങ്ങും അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും ആണല്ലേ. സോ സെക്കൻഡ് വൺ ആണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എനർജി അബ്സോർപ്ഷൻ റിസൾട്ട്സ് ഇൻ ദി എഫക്റ്റീവ് ലോസ് ഓഫ് എനർജി. നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതിന് മീനിങ് എന്താണ്,
ഈ റേഡിയേഷൻസ് എല്ലാം വരുന്നത് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. അബ്സോർബ് ചെയ്യുമ്പോൾ മെയിനായിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? എനർജി ലോസ് സംഭവിക്കും അല്ലേ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് അബ്സോർബേഴ്സ് ഓഫ് സോളാർ റേഡിയേഷൻസ് എന്തൊക്കെയാണ് മെയിനായിട്ട് അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ? വാട്ടർ വേപ്പേഴ്സ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓസോൺസ്. ഓക്കെ, ഓസോൺ ഇസ് ആൻ എഫിഷ്യൻറ്റ് അബ്സോർബർ ഓഫ് UV radiations. Okay, water vapor absorbs longer waves IR and shorter waves microwave. Okay, പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിന് കാരണമാവുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ടെൻസ് ടു അബ്സോർബ് റേഡിയേഷൻ സ്ട്രോങ്ലി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് പൊസിഷൻ ഓഫ് ദി സ്പെക്ട്രം, ദാറ്റ് ഏരിയ അസോസിയേറ്റഡ് വിത്ത് തെർമൽ ഹീറ്റിംഗ്. അവിടെ ഒരു തെർമൽ ഹീറ്റിങ്ങും കാരണമാവും, വിച്ച് സെർവ്സ് ടു ട്രാപ്പ് ദിസ് ഹീറ്റ് ഇൻസൈഡ് ദി അറ്റ്മോസ്ഫിയർ. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ ഗ്രീൻ ഹൗസ് എഫക്ട്സ് ഒക്കെ. സോ അതിന് കാരണമാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഗറൊക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ വലിയൊരു എഫക്റ്റീവ് ലോസ് ഓഫ് എനർജിയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇതിന് കാരണമാവുന്ന എന്താണ്? വാട്ടർ വേപ്പേഴ്സും വാട്ടർ വേപ്പേഴ്സും കാർബൺ ഡൈ ഓക്സൈഡൊക്കെയാണ് കൂടുതൽ അബ്സോർബ് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയിട്ട് എഴുതുക. ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നും കൂടി പറയും അല്ലേ കാർബൺ ഡൈ ഓക്സൈഡിനെ. അത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ട്രാൻസ്മിഷൻ. എന്താ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്? ഈ ഫിഗർ നോക്കിക്കേ. ഈ റേസ് വന്ന് ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അത് റീ എമിറ്റ് ചെയ്യുക അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വന്ന് തട്ടി ആ ഒബ്ജക്റ്റിൻ്റെ ബാക്കിലൂടെ അതെന്ത് ചെയ്യുന്നു? ആ റേസ് റീ എമിറ്റ് ചെയ്യും. ഓക്കെ, അതിനാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിലൂടെ വന്നിട്ട് ബാക്കിലൂടെ റീ എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്മിഷൻ. Okay, if the object is transparent, then the vibrations of the electrons are passed on the neighboring atoms through the bulk of materials and re-emitted on the opposite sides of the object. എന്താ പറയുന്നത്? ഇത് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ, ഇഫ് ദ ഒബ്ജക്റ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ്, അത് ശ്രദ്ധിക്കണം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ഒരു മെറ്റീരിയലിൽ വന്നിട്ടുള്ള നമ്മൾ റേസ് അടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ആ ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ അതെന്ത് ചെയ്യും? റീ എമിറ്റ് ചെയ്യും. ഓക്കെ, amount of scattering and absorption depends on the wavelength. സോ എത്ര ഇത് സ്കാറ്റർ ചെയ്യുന്നു, എത്ര അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഇതിൻ്റെ വേവ് ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞു നമ്മളുടെ റിമോട്ട് സെൻസിങ്ങിൻ്റെ അകത്ത് വിസിബിൾ, ഇൻഫ്രാറെഡ് അങ്ങനത്തെ കുറച്ച് റേസ് മാത്രമേ നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് ആവശ്യമുള്ളൂ അല്ലേ. ബാക്കിയെല്ലാം എന്താവും? ബാക്കിയെല്ലാം അറ്റ്മോസ്ഫിയറിൽ അബ്സോർബ് ആയി പോകുന്നതുകൊണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് റിമോട്ട് സെൻസിങ്ങിന് വളരെ കുറച്ച് റേസേ ആവശ്യമുള്ളൂ. സോ ഇവിടെ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് ഇതെന്താണെന്ന് വെച്ചാൽ, the amount of scattering and absorption depends on the wavelength. The wavelength at which electromagnetic radiations are partially or wholly transmitted through the atmosphere is known as atmospheric window. കുറച്ച് അല്ലെങ്കിൽ ഹോൾ ആയിട്ടോ നമ്മളുടെ ട്രാൻസ്മിഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്നുള്ളത്. ഇതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെന്താ പറയുന്നത്? The sensors or remote sensing satellites must be designed in which a way as to obtain the data within these well-defined atmospheric windows. ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് നോക്കി അതിലൂടെ നമ്മൾ പോകുന്ന റേസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റിമോട്ട് സെൻസിങ്ങിൻ്റെ സാറ്റലൈറ്റ് ഉണ്ടാവും അല്ലേ, സാറ്റലൈറ്റിൻ്റെ ഉള്ളിൽ എന്താവും? സെൻസേഴ്സ് ഉണ്ടാവും. ഈ സെൻസേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് വിൻഡോസിലൂടെ അത് നോക്കിയിട്ടേ, ആ ഡാറ്റാസ് എല്ലാം നോക്കിയിട്ടേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അറ്റ്മോസ്ഫിയറിക് വിൻഡോസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മളുടെ ട്രാൻസ്മിഷൻ നടക്കുക എന്ന് പറയുന്നത് ഒത്തിരി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് നമ്മൾക്ക് എന്ത് നടക്കുക? ട്രാൻസ്മിഷൻ നടക്കുക അല്ലേ. ഈ ഫിഗർ നോക്കിക്കുക, ഇവിടെ വേവ് ലെങ്ത് ഉണ്ട്, ഇവിടെ പല റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, UV റേസ് ഉണ്ട്, വിസിബിൾ, ഇൻഫ്രാറെഡ്, റേഡിയോ, ഇങ്ങനത്തെ റേസ് ഉണ്ട്. ഇവിടെ നടക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് റേഡിയേഷൻസ് ആണ്, ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നോക്കിയാൽ എക്സ് റേസിൻ്റെ അകത്ത് ഈ ബ്ലൂ കളർ കാണുന്നെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ട്രാൻസ്പെറൻ്റ് അല്ല, കംപ്ലീറ്റ്ലി ഒപ്പാക്ക് ആണ്. ഓക്കെ, ഇവിടെ ട്രാൻസ്പെറൻ്റ് അല്ല, UV റേസും ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ വിസിബിൾ എന്താണ്? ട്രാൻസ്പെറൻ്റ് ആണ് കുറച്ച്. പിന്നെ ഇൻഫ്രാറെഡ് ഈ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ച് എന്താണ്? ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ ഇവിടെ നോക്കിയാൽ റേഡിയോയിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇത് കൂടെയൊക്കെ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. ഈ ബ്ലോക്ക് ആയിട്ടുള്ള ഏരിയസിലൊന്നും എന്താണ്? ട്രാൻസ്മിഷൻസ് അപ്പം ഒക്കെ ആവില്ല. സോ ഈ ഒരു ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സാറ്റലൈറ്റിനകത്തുള്ള സെൻസേഴ്സിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? എനർജി ഇൻട്രാക്ഷൻസ് വിത്ത് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എനർജി ഇൻട്രാക്ഷൻസ് എന്തൊക്കെയാണ്? സ്കാറ്ററിങ് പ്രോസസ്സും പിന്നെ നമ്മളെ അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും ആണെന്ന് പറഞ്ഞു അല്ലേ. അടുത്തത് എർത്ത് സർഫസിൽ ഉണ്ടാകുന്ന എനർജി ഇൻട്രാക്ഷൻ.
ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും പിന്നെ വരുന്നത് റിഫ്ലക്ഷനുമാണ്. ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിൽ റേസ് വന്ന് പട്ടിട്ട് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ. റിഫ്ലക്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? സെൻസേഴ്സിലേക്കാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇവിടെ ഈ മെറ്റീരിയൽസിൻ്റെ എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. Energy absorbed, transmitted and reflected by a material will depend on the wavelength of radiation, angle of incidence, surface roughness, പിന്നെ condition and composition of the surface materials. ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും റിഫ്ലക്ഷനും ഒക്കെ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ഇൻസിഡൻറ്റ് എനർജി വന്നിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ തട്ടുമ്പോൾ കുറച്ച് എന്താവും? കുറച്ച് അബ്സോർബ്ഡ് ആയിട്ട് പോകും, അബ്സോർബ്ഡ് എനർജി ആവും, കുറച്ച് ട്രാൻസ്മിറ്റഡ് എനർജി ആവും, കുറച്ച് റിഫ്ലക്റ്റഡ് എനർജി ആവും. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജിന്ന് നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ചെറിയ ക്ലാസ്സിലൊക്കെ. ആ കൺസർവേഷൻ ഓഫ് എനർജീൻ്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു ദ എനർജി, അബ്സോർബ്ഡ് എനർജി, ട്രാൻസ്മിറ്റഡ് എനർജി ആൻഡ് റിഫ്ലക്റ്റഡ് എനർജി അല്ലേ. ഇതെല്ലാം ചേരുന്നതാണ് എന്ത്? ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ വരയ്ക്കണം കേട്ടോ. ഈ ഫിഗർ വരച്ചിട്ട് ഫോർമുലാസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ഈ ഫോർമുലയാണ്. ഇപ്പം ഇൻസിഡൻറ്റ് എനർജി ഈസ് ഈക്വൽ ടു ദ അബ്സോർബ്ഡ് എനർജി പ്ലസ് ട്രാൻസ്മിറ്റഡ് എനർജി പ്ലസ് റിഫ്ലക്റ്റഡ് എനർജി. ഇപ്പം ഇത് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. പക്ഷേ എല്ലാ മെറ്റീരിയൽസിനും ഈ വാല്യൂസൊക്കെ ഈക്വൽ ആയിരിക്കുമോ? അല്ല, ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനും നമുക്ക് ഈ അബ്സോർബ്ഡ് എനർജിയും ട്രാൻസ്മിറ്റഡ് എനർജിയും റിഫ്ലക്റ്റഡ് എനർജിയും ഒക്കെ മാറും അല്ലേ. ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഒബ്ജക്റ്റിൻ്റെ മേലെയാണോ അത് റേഡിയേഷൻസ് ഒക്കെ തട്ടുന്നത്, ആ ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് എന്താവും? ഈ വാല്യൂസൊക്കെ മാറും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഡിഫറെൻറ്റ് മെറ്റീരിയൽസിന് അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇതിൻ്റെ പ്രൊപ്പോർഷൻസ്, ഇതിൻ്റെ ERഉം EA ETൻ്റെ പ്രൊപ്പോർഷൻസ് എല്ലാം മാറും. ഓക്കെ, അടുത്തത് നമ്മൾ റിഫ്ലക്ഷനെ പറ്റി പഠിച്ചിട്ടില്ല. നമ്മൾ ഇതിൻ്റെ മുമ്പേ ട്രാൻസ്മിഷനും അബ്സോർപ്ഷനും പഠിച്ചു. അത് തന്നെയാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്, ഒരു മാറ്റവും ഇല്ല കേട്ടോ. അത് തന്നെ ഇവിടെ എഴുതി വെക്കുക. ഇവിടെ എക്സ്ട്രാ എന്തേ വരുന്നുള്ളൂ? റിഫ്ലക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്. ഒന്ന് സ്പെക്കുലാർ റിഫ്ലക്ഷനും ഒന്ന് ഡിഫ്യൂഷണൽ റിഫ്ലക്ഷനും. സ്പെക്കുലാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിഗറിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം. ഇത് നോക്കിയേ, ഒറ്റൊരു ഡയറക്ഷനിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക. ഇൻസിഡൻറ്റ് റേസ് വന്നു, അതേ ഡയറക്ഷനിൽ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ തിരിച്ച് റിഫ്ലക്റ്റ് ആയി. ഓക്കെ, ഇതാണ് സ്പെക്കുലാർ. വെൻ ദ സർഫസ് ഇസ് സ്മൂത്ത്. ഇപ്പോൾ റോഡ് സർഫസ് ഒക്കെ എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള സർഫസിലൊക്കെയാണ് സ്പെക്കുലാർ റിഫ്ലക്ഷൻ നടക്കുക. വെൻ ദ സർഫസ് ഇസ് സ്മൂത്ത് വി ഗെറ്റ് എ സ്മൂത്ത് റിഫ്ലക്ഷൻ വെയർ ഓൾ ദ ഇൻസിഡൻറ്റ് റേസ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ വൺ ഡയറക്ഷൻ. എല്ലാ ഇൻസിഡൻറ്റ് റേസും ഒറ്റൊരു ഡയറക്ഷനിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് സ്പെക്കുലാർ റിഫ്ലക്ഷൻ. ഓക്കെ, മിറർ ലൈക്ക് റിഫ്ലക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ബിക്കോസ് എന്താണ്? സർഫസ് എന്താണ്? സ്മൂത്ത് ആയതുകൊണ്ട് എല്ലാ ഇൻസിഡൻറ്റ് റേസും ഒറ്റ ഡയറക്ഷനിലോട്ടാണ് റിഫ്ലക്റ്റ് ആവുന്നത്. പക്ഷേ ഡിഫ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരുപാട് ഡയറക്ഷനിലോട്ട് അത് പോകും. ഓക്കെ, വരുന്ന റേസ് എല്ലാം നമുക്ക് എനർജീസ് എല്ലാം ഒരുപാട് ഡയറക്ഷനിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്നും പറയും, അല്ലെങ്കിൽ ലാംബർട്ടൈൻ റിഫ്ലക്ഷൻ എന്നും പറയും. ഈ ട്രീ നോക്കിക്കേ, ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ വരുന്ന ഇൻസിഡൻറ്റ് റേസ് എല്ലാം പല പല ഡയറക്ഷനിലായിട്ട് ഓൾ ഡയറക്ഷനിലോട്ട് എന്താവും? അത് ഡിഫ്യൂസ് ചെയ്ത് പോകും. ഇതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ഫീച്ചേഴ്സ് ആണ് അല്ലേ. എനർജി ഇൻട്രാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്? സ്കാറ്ററിങ്, അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ. അതിൽ സ്കാറ്ററിങ്ങിൽ 3 ടൈപ്സ് ഉണ്ടെന്ന് എഴുതണം. അതേപോലെ തന്നെ എനർജി ഇൻട്രാക്ഷൻ വിത്ത് എർത്ത് സർഫസ് ആണെങ്കിൽ അബ്സോർപ്ഷൻ, ട്രാൻസ്മിഷൻ, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനിലുള്ള 2 ടൈപ്സ്. ഇത്രയാണ് എനർജി ഇൻട്രാക്ഷൻസിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.